ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു ടോപ്പിക്കാണ് ലാൻഡ് ഫോംസ്. അതിൻ്റെ ബേസിക് ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോഗ്രഫിക്കൽ ലാൻഡ് ഫോം ആൻഡ് ദർ സിഗ്നിഫിക്കൻസ്. എന്തൊക്കെ ലാൻഡ് ഫോംസ് ആണ് നമുക്കുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. നമുക്കറിയാം ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ചുറ്റിനും നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഫിസിക്കലായിട്ടുള്ള എർത്തിൻ്റെ ഫീച്ചറിനെയാണ് നമ്മൾ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അതായത് മൗണ്ടെയിൻ, ഹിൽസ്, ഇതൊക്കെ എങ്ങനെയാണ് പല പ്രോസസ്സായിട്ടുള്ള വെതറിങ്, ഇറോഷൻ, അങ്ങനത്തെ പ്രോസസ്സസ് വഴി ഉണ്ടാവുന്ന നമ്മുടെ എർത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ദെൻ വാട്ട് ആർ ലാൻഡ് ഫോം? ദേ ഷേപ്പ് ഔട്ട് ദ എർത്ത് ആൻഡ് ദേ ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ്. ആൻഡ് the surface of earth is uneven and some part may be rugged and some flat. അപ്പോൾ നമുക്കറിയാം ഈ എർത്തിൻ്റെ അത് അൺഇവനാണ്, ഇവൻ അല്ല നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. അത് ഫ്ലാറ്റാണ്, അല്ലെങ്കിൽ റഗ്ഡാണ്, അല്ലെങ്കിൽ കാരണം അതിന് അൺഡുലേഷൻസ് ഉണ്ടാവാം. കാരണം മൗണ്ടെയിൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അത് പ്ലെയിൻ ആയിട്ടുള്ള സർഫസസ് അല്ലല്ലോ. അപ്പോൾ അത് ഒരു അൺഇവനായിട്ടാണ് നമ്മുടെ എർത്ത് സർഫസ് ഉള്ളതെന്ന് പറയുന്നത്. ആൻഡ് എർത്ത് ഹാസ് ആൻ വെറൈറ്റീസ് ഓഫ് ലാൻഡ് ഫോംസ് ആൻഡ് ദീസ് ആർ result of two processes. They are internal process and external process. രണ്ട് പ്രോസസ്സിൻ്റെ കാരണത്താലാണ് ഈ ലാൻഡ് ഫോംസ് എല്ലാം ഉണ്ടാകുന്നത്. രണ്ട് പ്രോസസ്സാണ്, ഇൻറ്റേർണൽ ആയിട്ടുള്ളത്, എക്സ്റ്റേണലും ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്താ? The internal processes leads to the upliftment and sinking of earth surface. എർത്ത് സർഫസിൻ്റെ അപ്ലിഫ്റ്റിൻ്റെയും സിങ്കിങ്ങിൻ്റെയും ലീഡ് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ പ്രോസസ്സ്. അത് ടെക്ടോണിക് പ്രോസസ്സസ് ആണ് ആക്ച്വലി ഇൻറ്റേർണൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ്റ്റേണൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ കണ്ടിന്യൂസ് വിയറിംഗ് ഡൗൺ ആൻഡ് റീബിൽഡിംഗ് ഓഫ് ലാൻഡ് സർഫസസ് ആൻഡ് ഇൻക്ലൂഡ് ടു പ്രോസസ്, ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. എക്സ്റ്റേണൽ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ വെതറിങ് അല്ലെങ്കിൽ ഇറോഷൻ അങ്ങനത്തെയൊക്കെ ഫിസിക്കലായിട്ട് ഇങ്ങനെ നടക്കുന്ന വിയറിംഗ് ഡൗൺ പ്രോസസ്സാണ് എക്സ്റ്റേണലായിട്ട് നടക്കുന്നതെന്ന് പറയുന്നത്. അതായത് എർത്തിൻ്റെ സർഫസിൽ നടക്കുന്നതാണ് എന്താ എക്സ്റ്റേണൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറോഷൻ. ടു പ്രോസസ്സാണ്, ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ഇറോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വിയറിംഗ് എവേ ഓഫ് എർത്ത് സർഫസ് ആൻഡ് ഡെപ്പോസിഷൻ ഇറ്റ് ഈസ് റീബിൽഡിംഗ് ഓഫ് ലോവേർഡ് സർഫസസ്. ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ പ്രോസസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ റണ്ണിങ് വാട്ടർ, ഐസ് ആൻഡ് വിൻഡ്. അതായത് ഇറോഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റോക്ക് പല കാരണത്താൽ പല മീഡിയം, അതായത് വിൻഡ് ആവാം, എയർ ആവാം, എയർ അല്ല, വിൻഡ്, വാട്ടർ, ഐസ്, അങ്ങനെ പല കാരണത്താൽ ആ ഒരു റോക്കിൻ്റെ ഇത് സംഭവിക്കുന്നു, അൾട്രേഷൻ സംഭവിക്കുന്നു. അതിനാണ് നമ്മൾ ഇറോഷൻ അല്ലെങ്കിൽ വെതറിങ് അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഇറോഷൻ ഇറോഡ് ചെയ്ത് അതെന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് വന്നിട്ട് അതിൻ്റെ വെലോസിറ്റി കുറയുന്ന സമയത്ത് അത് ഡെപ്പോസിറ്റ് ചെയ്യും. അവിടെയാണ് നമ്മൾ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോസസ്സാണ് എക്സ്റ്റേണൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. The landforms can be grouped based on the elevation and slope and they are mountain, plateaus and plains. സോ നമുക്ക് ഈ ഒരു ഇമേജിൽ കാണാം എന്താണ് മൗണ്ടെയിൻസ്. അത് ഹയസ്റ്റ് പീക്കുള്ള ഒരു ഇതിനെയാണ് നമ്മൾ മൗണ്ടെയിൻ എന്ന് പറയുന്നത്. പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് രണ്ട് മൗണ്ടെയിനുകളുടെ ഇടയ്ക്ക് വരുന്ന ഒരു ഫ്ലാറ്റ് സർഫേഴ്സാണ് പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സീ ലെവൽ അല്ല, അതിനോടും ഒരു പ്ലെയിൻ സർഫേഴ്സ് തന്നെയാണ് നമ്മൾ പ്ലെയിൻ. അപ്പോൾ മൂന്ന് രീതിയിലാണ് നമ്മൾ ലാൻഡ് ഫോംസിനെ നമുക്ക് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത്. എലവേഷനും സ്ലോപ്പ് അനുസരിച്ച് മൗണ്ടെയിനും പ്ലേറ്റ്യൂസും അതുപോലെ തന്നെ പ്ലെയിനും. സോ ഫസ്റ്റ് വി ആർ നോക്കുന്നത് മൗണ്ടെയിൻസിനെ പറ്റിയിട്ടാണ്. മൗണ്ടെയിൻസ് എന്താണ്? എനി ലാൻഡ് മാസ് ദാറ്റ് ഈസ് ഹയർ ആൻഡ് സ്റ്റീപ്പർ ദാൻ എ ഹിൽ. ഒരു ഹില്ലിനേക്കാളും സ്റ്റീപ്പറായിട്ടോ ഹയർ ആയിട്ടുള്ള ലാൻഡ് മാസ് ആണ് നമ്മുടെ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി അവർ എന്ന് പറയുന്നത് 200 ഫീറ്റ് ഹയർ ആയിരിക്കും ഈ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം എനി നാച്ചുറൽ അതർ എലവേഷൻ ആസ് യു ഗോ ഹയർ ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ആൻഡ് ക്ലൈമറ്റ് ബിക്കം കോൾഡർ. അതായത് നമുക്ക് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ടെമ്പറേച്ചർ കുറയും. ആൻഡ് അവിടെ എന്തായിരിക്കും, ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്തായിരിക്കും, ഓഫ് കോഴ്സ് ക്ലൈമറ്റ് കോൾഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മൗണ്ടെയിൻ ഏരിയാസിൽ അധികം ഒരു നമ്മുടെ ഹാബിറ്റേഷൻസ് കുറവായിരിക്കും. ആ കാരണം എന്തായിരിക്കും, അവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടും അവിടെ നമുക്ക് മീൻസ് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. കാരണം അവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടൊക്കെ ആയിട്ട് ക്ലൈമറ്റ് ഭയങ്കര കോൾഡർ ആയതുകൊണ്ട് ഹാബിറ്റേഷൻ ബിക്കം ഹാർഷർ ആൻഡ് ദാറ്റ് ഈസ് വൈ ലെസ് ഹാബിറ്റേഷൻ ഇൻ ദ മൗണ്ടെയിൻ ഏരിയാസ്. ആൻഡ് അതുപോലെ തന്നെ അവിടെ ഫാമിങ് ഒന്നും നടക്കത്തില്ല, ബിക്കോസ് സ്റ്റീപ്പ് സ്ലോപ്സ് ആണ്. അപ്പോൾ സ്റ്റീപ്പ് സ്ലോപ്സിൽ നമുക്ക് ഫാമിങ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ്
Because the temperature drops, mountains develop ice on them. In fact, some of them have glaciers. Glaciers എന്ന് പറഞ്ഞാൽ എന്താ, പെർമനൻ്റ്ലി ഫ്രോസൺ റിവേഴ്സ് ഓഫ് ഐസ് ആണ് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ. പെർമനൻ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള ഐസിനെയാണ് നമ്മൾ ഗ്ലേഷ്യർസ് എന്ന് പറയുന്നത്. And any natural elevation of Earth's surface is called a mountain. A range of mountains are arranged in a line. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഗ്ലേഷ്യർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമനൻ്റ്ലി ഫ്രോസൺ റിവേഴ്സ് ഓഫ് ഐസ് ഇൻ ദ മൗണ്ടെയ്ൻസ്. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് തന്നെ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മൗണ്ടെയ്ൻസ്? ദർ ആർ വോൾക്കാനിക് മൗണ്ടെയ്ൻ, ഫൗൾഡ് മൗണ്ടെയ്ൻ, ബ്ലോക്ക് മൗണ്ടെയ്ൻസ്, ഡോം മൗണ്ടെയ്ൻസ്. അപ്പോൾ ഈച്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഫോൾഡഡ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോൾഡഡ് മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ റഗ്ഡ് റിലീഫ് ആൻഡ് ഹൈ കോണിക്കൽ പീക്സും റഗ്ഡ് റിലീഫും ഉള്ള മൗണ്ടെയ്ൻസ് ആണ് ഫോൾഡഡ്. അതായത് നമുക്കറിയാം ടെക്ടോണിക് പ്ലേറ്റ്സിനെ പറ്റി. അപ്പോൾ ഒരു കോണ്ടിനെൻ്റൽ പ്ലേറ്റും കൂടെ കൊളാപ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. കാരണം ഡെൻസിറ്റീന് അധികം വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒന്നും തന്നെ താഴേക്ക് പോകുന്നില്ല. സോ അവിടെ എന്ത് ചെയ്യും, അവിടെ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് എനോർമസ് പുഷ് ഫോഴ്സ് കൊണ്ട് അതെന്ത് ചെയ്യുന്നു, ഫോൾഡഡ് മൗണ്ടെയ്ൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ കോണ്ടിനെൻറ്റും കൊളാഷ് ആവുന്നു, പിന്നെ അത് നമുക്ക് മൗണ്ടെയ്ൻസ് ആയിട്ട് അത് മാറുന്നു. അങ്ങനെയാണ് നമ്മുടെ ഹിമാലയാസ് ഒക്കെ ഫോം ചെയ്തേക്കുന്നത്. അതായത് ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും അങ്ങനെ ആ രണ്ട് പ്ലേറ്റും കൂടെ കൊളൈഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഹിമാലയാസ് ഉണ്ടായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സയൻറ്റിസ്റ്റ് ക്ലാസിഫൈ ദ ഫോൾഡ് മൗണ്ടെയ്ൻസ് ഇൻറ്റു, ഹിമാലയസിനെ പറ്റിയുള്ളൊരു ക്ലാസ് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതിലത് ക്ലിയറായി പറയുന്നുണ്ട്. സോ അതിൽ നോക്കിയാൽ അറിയാം, ഹിമാലയാസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, then scientists classify the fold mountains into young fold and old fold mountains according to its age. Young fold one are between 10 and 25 million year old. ഇതിന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാലയാസ് ഇൻ നേപ്പാൾ, ആൽപ്സ് ഇൻ യൂറോപ്പ് ആൻഡ് ആൻഡസ് ഇൻ സൗത്ത് അമേരിക്ക. The old fold are older than 200 million years. 200 million ഇയേഴ്സിനെക്കാളും ഓൾഡ് ആയതിനെയാണ് നമ്മൾ ഓൾഡ് ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് അരാവല്ലി മൗണ്ടെയ്ൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദ ഉരൽ മൗണ്ടെയ്ൻസ് ഇൻ റഷ്യ. ഇതൊക്കെ ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടെയ്ൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പം ഐ ഹോപ്പ് എന്താണ് ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്നൊരു ഐഡിയ കിട്ടിയത്. അതായത് രണ്ട് ടെക്ടോണിക് ഫോഴ്സ് പ്ലേറ്റും കൂടെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു പുഷിൻ്റെ ഒരു എനോർമസ് പുഷ് ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ഒരു മൗണ്ടെയ്ൻസ് ആണ്. അതായത് ഇതൊരു കോണ്ടിനെൻ്റൽ പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റ്, ഇത് രണ്ടും കൂടെ ഇങ്ങനെ കൊളാപ്സ് ചെയ്തു. അപ്പോൾ അവർക്ക് എങ്ങോട്ടും പോവാം, മീൻസ് ആരും താഴേക്ക് പോകത്തില്ല ഡെൻസിറ്റി കൊണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇങ്ങനെ അതിൻ്റെ ഒരു പുഷ് ഫോഴ്സ് കൊണ്ട് ഇങ്ങനെ വന്നു. അങ്ങനെയാണ് നമ്മുടെ മൗണ്ടെയ്ൻസ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അത് വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ദ കോണിക്കൽ റഗ്ഡ് ഹിമാലയാസിൻ്റെ ഒരു പിക്ചറാണിത്. ഇതാണ് നമ്മുടെ ഫോൾഡഡ് മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ബ്ലോക്ക് മൗണ്ടെയ്ൻ. Block mountain occur when a large areas are broken and displaced vertically. These are areas of rock, sometimes stretching across hundreds of kilometers, are created by tectonic and localized stress in the earth crust. Uplifted block are termed host and the lowered are graben. അതായത് നമുക്ക് ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാക്കും, ഇതാണ് നമ്മുടെ ബ്ലോക്ക് മൗണ്ടെയ്ൻസ്. അതായത് ഫോൾട്ടിൻ്റെ കേസിൽ നമുക്കറിയാം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നു, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു ഈ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പോർഷനെയാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്ത ആ ഒരു പോർഷനാണ് നമ്മുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ഗ്രാബൻ. ആ ലോവർ പോർഷനാണ് ഗ്രാബൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറയുന്നത്, ആ ഒരു വെർട്ടിക്കലി ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്ന അങ്ങനെ ഉണ്ടാകുന്ന മൗണ്ടെയ്ൻസ് ആണ് ബ്ലോക്ക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. അത് ഒരു റിസംബിൾസ് ദ പിയാനോ കേസ്. ഒരു പിയാനോ, അതായത് നമുക്കിങ്ങനെ പിയാനോ കീനെ പോലെ ഏറെക്കുറെ തോന്നും. ആൻഡ് ദ എക്സാമ്പിൾ ഓഫ് ബ്ലോക്ക് മൗണ്ടെയ്ൻസ് ആർ റൈൻ വാലി ആൻഡ് റോഗസ് മൗണ്ടെയ്ൻസ് ഇൻ യൂറോപ്പ്. നെക്സ്റ്റ് വൺ ഈസ് ദ വോൾക്കാനിക് മൗണ്ടെയ്ൻസ്. വോൾക്കാനിക് മൗണ്ടെയ്ൻ ആ പേരിൽ തന്നെ ഉണ്ട് എങ്ങനെയായിരിക്കും ആ മൗണ്ടെയ്ൻസ് ഉണ്ടായിരിക്കുന്നതെന്ന്. ഫോംഡ് ബൈ ദ വോൾക്കാനിക് ആക്ടിവിറ്റി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മാഗ്മ റൈസസ് ഫ്രം ദ മാൻറ്റിൽ ടു ദ ക്രസ്റ്റ് ഓഫ് ദ എർത്ത് ഫോംസ് വോൾക്കാനിക് മൗണ്ടെയ്ൻസ്. എക്സാമ്പിൾ കിളിമഞ്ചാരോ ആൻഡ് മൗണ്ട് ഫുജി. അതായത് എന്താണ്, വോൾക്കാനിക് ആക്ഷനെ കൊണ്ട്
ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ വോൾക്കാനിക് മൗണ്ടെയ്ൻസ്, വോൾക്കാനിക് ആക്ടിവിറ്റിയും കൊണ്ടുണ്ടാകുന്നതാണ് വോൾക്കാനിക് മൗണ്ടെയ്ൻസ്. എന്ത് ചെയ്യുന്നു? മാഗ്മ റൈസ് ചെയ്യുന്നു, എവിടുന്ന്? മാന്റിൽ നിന്ന് റൈസ് ആവുന്നു ആൻഡ് ഫോംസ് ദ വോൾക്കാനിക് മൗണ്ടെയ്ൻസ്. ഓക്കെ, ഇതൊരു പിക്ചർ ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് വോൾക്കാനിക് മൗണ്ടെയ്ൻസ്. അപ്പോൾ നമുക്കറിയാം വോൾക്കാനോവിൻ്റെ ആ ഒരു ഇതിനെയാണ് നമ്മൾ ക്രേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ആ മാഗ്മ ചേമ്പറിൽ നിന്ന് വരുന്ന ആ ഒരു വോൾക്കാനോവിൻ്റെ ഇതിനെ നമ്മൾ വെൻറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ക്രേറ്റർ, ഇസ് ദ വെൻറ്റ്. ഇതാണ് ഒരു വോൾക്കാനിക് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. സോ ഹൗ ആർ മൗണ്ടെയിൻ യൂസ്ഫുൾ? എങ്ങനെയാണ് നമുക്ക് ഈ മൗണ്ടെയിൻ, എന്താണ് നമുക്ക് ഈ മൗണ്ടെയിനെ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നത്? എന്താണ് അതിൻ്റെ യൂസസ്? ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഇൻ വേരിയസ് വേ. They are the storehouse of water and many rivers have their bases in the glacier in the mountain. എവിടുന്നാണ് ഈ റിവേഴ്സ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ഫ്രം ദ മൗണ്ടെയിൻസ് ആൻഡ് ഇറ്റ് ഇസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് ദ വാട്ടർ. വാട്ടർ ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ആൻഡ് റിസർവോയ്സ് ആർ മെയ്ഡ് ആൻഡ് വാട്ടർ ഈസ് ഹാർനസ്ഡ് ഫോർ ദ യൂസ് ഓഫ് പീപ്പിൾ. Water from the mountain is also used for the irrigation, generation of hydroelectricity. Mountains have a rich variety of flora and fauna. And the forests provide fuel, fodder, shelter, other products like gum, raisins, etc. Mountain also provide a tranquil site for the tourist. അപ്പോൾ ഈ mountain ഇല്ലാണ്ട് people can't exist. Human can't exist. They are many useful in many various ways. And അപ്പോൾ നമ്മൾ പറഞ്ഞു മൗണ്ടെയിൻസ് ഉണ്ട്, പ്ലാറ്റൂസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്. സോ നമ്മൾ മൗണ്ടെയിൻസ് കഴിഞ്ഞു, അതിൻ്റെ ടൈപ്സ് കഴിഞ്ഞു. ദെൻ വി ആർ മൂവിങ് ടു ദ പ്ലേറ്റ്യൂസ്. പ്ലേറ്റ്യൂസ് എന്തായിരുന്നു? ഇതൊരു മൗണ്ടെയിൻ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഈ ഒരു സംഭവമാണ് പ്ലേറ്റ്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എലവേറ്റഡ് ഫ്ലാറ്റ് ലാൻഡ്. ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് ടോപ്ഡ് ടേബിൾ സ്റ്റാൻഡിങ് എബവ് ദ സറൗണ്ടിങ് ഏരിയ. ഒരു ഫ്ലാറ്റ് ടോപ്പ്, നമ്മൾ പറഞ്ഞു ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. Furthermore, they have one or more sides with steep slopes. Also, depending upon the plateau, their height varies from few hundred meters to several thousand meters. The most familiar plateau is Deccan Plateau. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡെക്കാൻ പ്ലാറ്റ്യൂവിനെ പറ്റിയിട്ട്. അപ്പോൾ ഇറ്റ്സ് ദ മോസ്റ്റ് ഫെമിലിയർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. They are mainly formed by the lava, meaning they are volcanic in origin. അപ്പോൾ ഈ ഡെക്കാൻ പ്ലാറ്റ്യൂസ് ആർ എന്താണ്? വോൾക്കാനിക് ഇൻ ഒറിജിൻ ആണ്. അപ്പോൾ ഒരു എലവേറ്റഡ് ഫ്ലാറ്റ് ലാൻഡിനെയാണ് നമ്മൾ പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡെക്കാൻ പ്ലാറ്റ്യൂവിനെ പറ്റി അറിയാം. ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ എക്സ്റ്റൻഷനാണ് എന്താ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ റിസർവ് ഫോർ ദ മിനറൽ ലൈക്ക് അയൺ ഓർ മാംഗനീസ്, കോൾ, എക്സെട്ര. Other examples include African plateau and Tibetan plateau. African plateau is the most for gold and diamond mining. Tibetan plateau എന്തിനാ? it is the highest plateau in the world ആണ് Tibetan plateau എന്ന് പറയുന്നത്. Plateau give birth to waterfalls. For example, Hundru Falls in Chota Nagpur Plateau, Jog Falls in Karnataka. Moreover, these landforms are also center for tourism and scenic activities. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാറ്റ്യൂസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. എന്താണ്? അതൊരു ഫ്ലാറ്റ് ടോപ്ഡ് ആയിട്ടുള്ള എലവേറ്റഡ് ഫ്ലാറ്റ് ലാൻഡാണ്. ഫ്ലാറ്റ് ടോപ്ഡ് ടേബിൾ സ്റ്റാൻഡിങ് എബവ് ദ സറൗണ്ടിങ്. പിന്നെ അതിൻ്റെ എക്സാമ്പിളാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ, ടിബറ്റൻ പ്ലാറ്റ്യൂ, ആഫ്രിക്കൻ പ്ലാറ്റ്യൂ. അതിൽ ടിബറ്റൻ പ്ലാറ്റ്യൂ ആണ് ഹയസ്റ്റ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇതെന്താണ്? പല മിനറൽസിൻ്റെ റിസർവോയേഴ്സ് ആണ് ഈ പ്ലാറ്റ്യൂസ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഹൗ ദീസ് പ്ലാറ്റ്യൂസ് ആർ യൂസ്ഫുൾ? എങ്ങനെയാണ്? ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആസ് റിച്ച് ഇൻ മിനറൽ ഡെപ്പോസിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? എന്താണ്? ആഫ്രിക്കൻ പ്ലാറ്റ്യൂ ഇസ് ഫോർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ഈസ് ഹ്യൂജ് റിസർവ് ഫോർ അയൺ, കോൾ ആൻഡ് മാംഗനീസ്, എക്സെട്ര. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ മിനറൽ റിച്ച്നെസ് കൊണ്ട് പ്ലാറ്റ്യൂസ് ആർ വെരി യൂസ്ഫുൾ. This is the plateau, that is the flat topped land. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ എന്താണ് മൗണ്ടെയിൻ, എന്താണ് പ്ലാറ്റൂ എന്ന് അറിയാം. ഈ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോണിക്കൽ ഷേപ്പ് ഉണ്ട്. ഇങ്ങനെ ഒരു കോണിക്കൽ ഇതുള്ളതാണ് നമ്മളെ മൗണ്ടെയിൻ എന്ന് പറയുന്നത്. പ്ലാറ്റൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ഹയർ ഇതാണ്, പോർഷനാണ്. ബട്ട് ടോപ്പ് എന്ന് പറയുന്നത് എന്താ? ഫ്ലാറ്റ് ആയിരിക്കും, കോണിക്കലല്ല. അപ്പോൾ ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വി ആർ കമ്മിങ് ഇൻ ടു പ്ലെയിൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചു എന്ത്? മൗണ്ടെയിൻസ് ഇങ്ങനെ, ഒരു പ്ലാറ്റൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഇതിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഐ മീൻ
this one. Okay, in geography, a plain is a flat expanse of land that generally does not change much in elevation and primarily treeless. Plain occur as a low land along the valley or a base of mountain. ഒരു മൗണ്ടെയിൻ്റെ അല്ലെങ്കിൽ ഒരു വാലീൻ്റെ ഒക്കെ ബേസ് ആയിട്ടാണ് പ്ലെയിൻ ഉണ്ടാകുന്നത്. ആസ് കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ദ പ്ലാറ്റ്യൂസ് ഓർ അപ്ലാൻഡ്സ്. ജനറലി പ്ലെയിൻസ് ആർ നോട്ട് മോർ ദാൻ 200 മീറ്റർ എബവ് ദ മീൻ സീ ലെവൽ. ഒരു മീൻ സീ ലെവലിൻ്റെ ഒരു 200 മീറ്റർ എബവിലേക്ക് അല്ല അതിന് നമ്മൾ പ്ലെയിൻ എന്നല്ല കൺസിഡർ ചെയ്യുന്നത്. Generally, plains are very fertile, hence these plains are very thick, populated regions of the world. എവിടെയാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ ഫാമിംഗ് നടത്തുന്നതും ഹ്യൂമൻ താമസിക്കുന്നതെല്ലാം എവിടെയാണ്? പ്ലെയിനിലാണ്. ബിക്കോസ് എന്താണ്? സ്ലോപ്പ് ഇല്ലാത്ത ഒരു പ്ലെയിൻ സർഫസ് ആയതുകൊണ്ടാണ്. ആൻഡ് ലാർജസ്റ്റ് പ്ലെയിൻ ഈസ് മെയ്ഡ് ബൈ ദ റിവേഴ്സ് ആർ ഫൗണ്ട് ഇൻ ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക. ലാർജ് പ്ലെയിൻസ് ഇൻ ഏഷ്യ ആർ ഫൗണ്ട് ബൈ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഇൻ ഇന്ത്യ ആൻഡ് ദ യങ്സ്റ്റേ ഇൻ China. How the plains are useful? Plains are the most important landforms found on the Earth's surface. A plain is nothing but a low-lying, relatively flat-lying surface with very gentle slope and a minimum local relief. About 55% of the Earth's land surface is occupied by the plains. Most of the plains has been formed by the deposition of sediment brought down by the rivers. അപ്പോൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മിക്കതും ഡെപ്പോസിഷൻ ഓഫ് സെഡിമെൻറ്റ് ബൈ ദ റിവേഴ്സ് ആണ്. ബിസൈഡ് റിവേഴ്സ് സം പ്ലെയിൻ ഹാവ് ബീൻ ഫോംഡ് ബൈ ആക്ഷൻ ഓഫ് വിൻഡ്, ഐസ്, ടെക്ടോണിക് ആക്ടിവിറ്റീസ്. മോസ്റ്റ് ഫേമസ് പ്ലെയിൻ ഇൻ ഇന്ത്യ ഈസ് ഇന്ത്യൻ ഗാൻജറ്റിക് പ്ലെയിൻസ്. ദ ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ഈസ് എ ലാർജ് ജിയോളജിക്കൽ ഏരിയ എൻകംബസ് ദ ഫെർട്ടൈൽ പ്ലെയിൻസ് ദാറ്റ് ലൈ ബിറ്റ്വീൻ ഇൻഡസ് റിവർ ആൻഡ് ഗംഗ റിവർ. ഇപ്പോൾ ഒരു പ്ലെയിൻ എന്താണെന്ന് ഒരു ഏറെക്കുറെ ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഫീച്ചറിങ് വൺ ഓഫ് ദ മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ്മാർക്സ് ഓൺ ദി ഇന്ത്യ ടെറിട്ടറി. ദീസ് പ്ലെയിൻസ് ആർ സ്യൂട്ടബിൾ ഫോർ എന്തിനൊക്കെ? ഫാമിംഗ്, കൾട്ടിവേഷൻ, ക്രോപ്പ് ആൻഡ് അതർ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നതാണ് പ്ലെയിൻ. കാരണം ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഫെർട്ടൈൽ. പ്ലെയിൻസ് ആർ ഓഫ്റ്റൻ ഡിവൈഡഡ് ഇൻ ടു ടൈപ്സ് ബേസ്ഡ് ഓൺ ദേ വർ ക്രിയേറ്റഡ്. എങ്ങനെയൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പല രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് എങ്ങനെയാണ്? By the sediment brought down by the river, by the action of wind, river, etc. So different types. Structural plains ഉണ്ട്, erosional ഉണ്ട്, deposition ഉണ്ട്, glacial plains ഉണ്ട്. 4 തരത്തിലുള്ള plains ഉണ്ട്. So how the plains are useful? എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് യൂസ്ഫുൾ ഏരിയ ഫോർ ദ ഹ്യൂമൻ ഹാബിറ്റേഷൻ, building houses, construction of transport network, as well as for the cultivation is easy. In India, Indo-Gangetic Plain are the most densely populated region, and this is the plain. ആ ഒരു ലോ ലൈയിങ് ഏരിയ ആണ് നമ്മുടെ പ്ലെയിൻസ് എന്ന് പറയുന്നത്. സോ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണ്? മൗണ്ടെയിൻസ് എന്താണ്, പ്ലെയിൻസ് എന്താണ്, പ്ലാറ്റ്യൂസ് എന്താണ്, മെയിനായിട്ടുള്ള എന്താണ് ലാൻഡ് ഫോംസ്. അതിൽ തന്നെ നമുക്ക് പല ലാൻഡ് ഫോംസ് ഉണ്ട്. അതായത് ഇറോഷണൽ, ഡെപ്പോസിഷണൽ, അങ്ങനെ പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ട്. ഇത് ജനറൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് ബേസിക് ലാൻഡ് ഫോംസ് ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.